നമസ്കാരം. 2 ദിവസം കൊണ്ട് കേരളത്തിൽ ഒരു മാനവികതയുടെ പാട്ടും പാടി ഈ ആളുകൾ ഇങ്ങനെ നടക്കുകയാണ്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൊക്കെ. എന്താണ് കഥയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുൻ മന്ത്രിയും MLA ഒക്കെ ആയ MK മുനീർ വലിയൊരു കടബാധ്യതയിൽപ്പെട്ടത്രേ. അദ്ദേഹത്തിൻ്റെ പിതാവ് CH മുഹമ്മദ് കോയ എന്ന വ്യക്തി കുറച്ചു കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടിരുന്ന വ്യക്തിയാണ്. തുടരെ ഒരുപാട് കാലങ്ങൾ MLA ആയ വ്യക്തിയാണ് ഈ പറഞ്ഞ MK മുനീർ. 2016 വരെയുള്ള സമയത്ത്, അതായത് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം കൊടുക്കുന്ന സമയം, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നവരെല്ലാം ഈ സത്യവാങ്മൂലം കൊടുക്കണമല്ലോ. അപ്പോൾ 2016 തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ 1 രൂപയുടെ പോലും കടബാധ്യത ഇല്ലാത്ത വ്യക്തിയായിരുന്നു ഈ MK മുനീർ. ആ മനുഷ്യൻ 2 ബാങ്കിൽ നിന്നായി, അതായത് ഒരു ബാങ്കിൽ നിന്ന് 79 ലക്ഷവും മറ്റൊരു ബാങ്കിൽ നിന്ന് വാഹന വായ്പയായിട്ട് ഏതാണ്ട് 13 ലക്ഷം രൂപ, അങ്ങനെ ഈ 2 ബാങ്കിലെ ലോൺ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മുഴുവനായിട്ട് അദ്ദേഹത്തിന് അടച്ചു തീർക്കാൻ പറ്റിയില്ല. കുറേയൊക്കെ അടച്ചു. പക്ഷേ ഇപ്പോൾ ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. ഏതാണ്ട് 51 ലക്ഷത്തിന് മുകളിൽ ഇനിയും അടയ്ക്കാനുണ്ട്. ഒറ്റ തവണയായിട്ട് 41 42 അങ്ങനെ ഒരു തുകയാണ്, അങ്ങനത്തെ ഒരു തുകയാണ്. അത് അടച്ചു തീർത്താൽ ജപ്തിയിൽ നിന്ന് ഒഴിവാകാം എന്ന് അദ്ദേഹം ഒരു ചാനലിൽ ഇരുന്ന് പറയുകയാണ്. അതായത് മറ്റൊരു പരിപാടിയുടെ ഇടയ്ക്ക് ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെച്ചതായിരിക്കും. ഇത് കേട്ടുകൊണ്ട് സംഖ്യയായിട്ടുള്ള മറ്റൊരു മാധ്യമപ്രവർത്തകൻ MK മുനീർ ഇങ്ങനെ അവസ്ഥ വന്നിരിക്കുന്നു, എനിക്കറിയാം, സഹോദര തുല്യനാണ്, അദ്ദേഹത്തെ കേരളം ചേർത്ത് പിടിക്കേണ്ടതാണ് എന്ന തരത്തിൽ പോസ്റ്റ് ഇടുന്നു. എല്ലാവരും പിന്നെ വാർത്തയാക്കുന്നു. പിന്നെ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കൂട്ടായ്മകളൊക്കെ രൂപം കൊള്ളുന്നു. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെയായിട്ടുള്ള മുസ്ലിം ലീഗ് ഈ ലോൺ അടച്ച് ഇദ്ദേഹത്തെ കടബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുന്നു. ലോൺ ഒരുപക്ഷെ ഇപ്പോൾ അടച്ചു തീർത്ത് കാണും. കാരണം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് ഈ തുക ചെറിയ തുകയാണ്, വലിയ തുകയൊന്നുമല്ല. ഇതാണ് ഇവർ ഈ പാടി നടക്കുന്ന മാനവികതയുടെ കഥ. ഇനി MK മുനീറിൻ്റെ തന്നെ ഭാഷ്യത്തിൽ അദ്ദേഹം എങ്ങനെയാണ് കടക്കാരനായത്? അദ്ദേഹം വീടിന് വേണ്ടി എടുത്തതാണ് എന്ന് പറയുന്നു ഈ വലിയ തുക, 79 ലക്ഷം. വീടില്ലാത്തതുകൊണ്ട് വീട് പണിയാൻ വേണ്ടിയിട്ട്, പുതിയ വീട് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണോ? അല്ല, വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുക എടുത്തത്. അപ്പോൾ 79 ലക്ഷം രൂപ മോടി പിടിപ്പിക്കാൻ വേണ്ടി, വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടി എടുത്തെങ്കിൽ യഥാർത്ഥത്തിൽ ആ വീടിൻ്റെ മൂല്യം എത്രയായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കുക. തീർച്ചയായിട്ടും 1 കോടിക്കോ 1.5 കോടിക്കോ ഒക്കെ മുകളിലായിരിക്കും. കോഴിക്കോട് നടക്കാവെന്ന് പറഞ്ഞ സ്ഥലത്തിനൊക്കെ നല്ല മൂല്യമുള്ളൊരു സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീടും പുരയിടവും ഒക്കെ ഇരിക്കുന്നത്. ഏകദേശം മൊത്തം 20 കോടിക്കടുത്ത് അത് തന്നെ ആസ്തിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇവിടെ സ്വന്തം വീട് അഥവാ ബംഗ്ലാവ് മോടി പിടിപ്പിക്കാൻ വേണ്ടി, ആഡംബരം കാണിക്കാൻ വേണ്ടി എടുത്ത തുകയാണ് ഈ പറഞ്ഞ 79 ലക്ഷം രൂപ. അത് അദ്ദേഹത്തിന് സമയത്ത് അടച്ചു തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല എന്ന്. എന്താണ് ഈ വിചാരിച്ചതുപോലെ? അവിടെയാണ് മലയാളികൾ ചിന്തിക്കേണ്ടത്. എന്താണ് ഈ വിചാരിച്ചതുപോലെ? അദ്ദേഹം MLA ആണ്. MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ശമ്പളവും മറ്റുമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രം ഇത് ലോൺ അടച്ചു തീർക്കാൻ പറ്റുന്നില്ല എന്നാണോ അദ്ദേഹം വിചാരിച്ചത്? ഇനി അഥവാ അവരുടെ പാർട്ടിക്ക് മുന്നണിക്ക് ഭരണം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മന്ത്രിക്ക് കിട്ടുന്ന വേതനം കുറച്ചുകൂടി കൂടുതലായിരിക്കും. മാത്രമല്ല, ഈ വേതനമല്ലാതെ തന്നെ TA-യും DA-യും മറ്റ് പല കാര്യങ്ങൾക്കും വേറെയും തുക കിട്ടും. ഇതൊന്നും തൊടാതെ തന്നെ നല്ലൊരു വരുമാനം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ നിസ്സാരമായിട്ട് ഈ ലോൺ തുകയൊക്കെ അടഞ്ഞു പോയേനെ. അതാണോ ഇനി ഇദ്ദേഹം പറഞ്ഞാൽ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല എന്ന് പറഞ്ഞത്? കഴിഞ്ഞ 2 തവണയായിട്ട് പ്രതിപക്ഷത്തിരിക്കുകയാണല്ലോ, ഒരുപക്ഷെ അതായിരിക്കാം. ശരി, അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേവലം 4 ലക്ഷം രൂപയുടെ ലൈഫ് പദ്ധതി എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷയും കൊടുത്തിട്ട് വർഷങ്ങളോളം കാത്തുകെട്ടിക്കിടക്കുന്ന 10,000-കണക്കിന് ആളുകളുള്ള ഈ കൊച്ചു കേരളത്തിൽ ബംഗ്ലാവ് മോടി പിടിപ്പിക്കാൻ വേണ്ടി 79 ലക്ഷം ലോൺ എടുത്തിട്ട് അത് അടച്ചു തീർക്കാൻ പറ്റാതെ കടക്കണിയിലായി എന്ന് പറഞ്ഞ ഒരാളെ സഹായിക്കാൻ വേണ്ടി വേറൊരു സംഘ മാധ്യമ പ്രവർത്തകൻ കൂടി പോസ്റ്റിട്ട് കേരളം മൊത്തം അത് ഏറ്റുപിടിക്കണമെന്ന് പറഞ്ഞു വാർത്തയൊക്കെ ആയി, എല്ലാവരും അറിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ മുസ്ലിം ലീഗ് തന്നെ കാശടച്ച് ലോണിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ ഒരു ഡ്രാമയല്ലേ എന്ന് ന്യായമായിട്ടും സംശയിക്കാം. കാരണം മുസ്ലിം ലീഗ് നേതാക്കളൊന്നും അഴിമതി നടത്തുന്നവരല്ല എന്ന് കാണിക്കാൻ വേണ്ടി അവരും കൂടെ, അവരുടെ പാർട്ടിയും കൂടെ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ഡ്രാമ തന്നെയായിരിക്കണം. കാരണം അഴിമതി നടത്തുന്ന ഒരാൾക്ക് ഇതുപോലെ ബാധ്യത വരില്ലല്ലോ. അയാൾ ഒരുപാട് കോടിക്കണക്കിന് സമ്പാദിച്ച് വെച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് MK മുനീർ ഒരു ലീഗിൻ്റെ നേതാവാണ്, മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം അഴിമതിയൊന്നും നടത്തിയിട്ടില്ല എന്നുള്ള പ്രതിച്ഛായ വരുത്താൻ വേണ്ടി തന്നെയാണോ ഇവർ ചെയ്തത്? അഥവാ അദ്ദേഹത്തിന് ശരിക്കും ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഘടകത്തിൽ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ വഴിയോ ഒക്കെ ഇതിനകം തന്നെ ആ പാർട്ടി അറിഞ്ഞിരിക്കുമല്ലോ. അവർക്കത് ഈ പുറത്തറിയിക്കാതെ തന്നെ ബാങ്കുമായിട്ട് സെറ്റിൽ ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാണ് അപ്പോൾ അത് വാർത്തയാക്കി ഇത്രയും ഈ മാനവികത പാടിപ്പോർത്തുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നത്, അതും തെരഞ്ഞെടുപ്പ് സമയത്ത്? അപ്പോൾ ന്യായമായിട്ടും ഇതൊരു തെരഞ്ഞെടുപ്പ് നാടകമായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് എന്ത് മാനവികതയുള്ളത്? സ്വന്തം വീട് വെക്കാൻ വേണ്ടിയിട്ടല്ലോ, ആ വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയും വലിയ തുക എടുത്തത്? ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ? അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിനെ പറ്റിയൊക്കെ ഒരുപാട് ആളുകൾ പലതും പറയുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണല്ലോ. അതിൽ കൊണ്ട് കളഞ്ഞ ഭക്ഷണത്തിൻ്റെ തുക തന്നെ ഞെട്ടിക്കുന്നതാണ്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഞാൻ വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. വീട് മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഇത്രയും വലിയ തുക എടുത്തത്. അത് അടച്ചു തീർക്കാൻ അയാൾക്ക് പറ്റിയില്ല. ആഡംബരം കാണിക്കാൻ വേണ്ടി ഒരാൾ ലോൺ എടുത്തിട്ട് അയാളെ മാനവികതയുടെ പേരും പറഞ്ഞുകൊണ്ട് സഹായിക്കണോ? 4 ലക്ഷം രൂപയുടെ ലൈഫ് പദ്ധതിയുടെ വീടിന് വേണ്ടി വർഷങ്ങളോളം അപേക്ഷയും കൊടുത്തിട്ട് കാത്തുകെട്ടി കിടക്കുന്ന ഒരു അത്താഴപ്പക്ഷിക്കാരന് 4 ലക്ഷം രൂപയുടെ ഒരു വീട് വെച്ച് കൊടുക്കുന്നതാണോ ഇതുപോലുള്ള ഇത്രയും സുഖസൗകര്യങ്ങളോടെ കഴിയുന്ന
പലതവണ മന്ത്രിയും MLA ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കടക്കണിയിൽ കേരളം ഒന്നിച്ച് നിൽക്കുന്നതാണോ? ഏതാണ് മാനവികത? നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇതൊക്കെ തിരഞ്ഞെടുപ്പ് ഡ്രാമയുടെ ഭാഗമാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ.